അത് നമുക്കതിൻ്റെ ഫിഫേൻ്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഔദ്യോഗികമായി പറയാമെന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറൊന്നും കാര്യമായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ അതിന് മറുപടി പറയാം. ഈ ഇതിനെക്കുറിച്ചിട്ട് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫിഫ വിൻഡോയിലുള്ള മാച്ചാണ്. ഞാനിത് നേരത്തെ തുടങ്ങി പറയുന്നതാണ്. ഇത് ഫിഫ വിൻഡോയിലുള്ള മാച്ച് മാത്രമാണ്. ഇതൊരു ടീമിന് തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാനൊരു 500 പ്രാവശ്യം കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഒരാളും ആ അർത്ഥത്തിൽ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇതെന്തോ മെസ്സി എടുത്ത തീരുമാനം എടുത്താൽ നടക്കും, അർജൻറ്റീന എന്താ തീരുമാനം എടുത്താൽ നടക്കും, ഓസ്ട്രേലിയ എന്തോ തീരുമാനം എടുത്താൽ നടക്കും എന്നുള്ള നിലയിലേക്കായിരുന്നു ചർച്ച പോയിക്കൊണ്ടിരുന്നത്. ഞാൻ തുടങ്ങിയ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫിഫ വിൻഡോയിലുള്ള മാർച്ചാണ്. ഫിഫ വിൻഡോയിൽ ഫിഫാൻ്റെ അനുമതി കിട്ടിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ളത് തുടങ്ങിയ പറയുന്നതാണ്. പക്ഷേ അത് ആ അർത്ഥത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല, ഇന്നും അത് ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് വളരെ കാര്യമാണ്. കാരണം അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ച് ധാരണയുള്ള മാധ്യമങ്ങളെ ഈ പണിക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണ് ഫിഫ വിൻഡോ, എന്താണ് ഫിഫ വിൻഡോയിലുള്ള എന്താണ് മാച്ച്, എന്താണ് ഫ്രണ്ട്ലി മാച്ച് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ധാരണ വേണം. ഈ ധാരണയില്ലാതെ അർജൻറ്റീന തീരുമാനിച്ചു, മെസ്സി തീരുമാനിച്ചു, ഓസ്ട്രേലിയ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാജ വാർത്ത രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതുതന്നെയാണ് ഇന്ന് നടക്കുന്നത്. അപ്പം ഇത് ഫിഫ വിൻഡോയിലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല. ആ ഫിഫ അപ്രൂവൽ നടക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഫിഫ അപ്രൂവൽ എടുക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. ആ ഫിഫ അപ്രൂവൽ കിട്ടുന്ന രീതിയിൽ കളി നടക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഫിഫ അപ്രൂവലിന് അപേക്ഷിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടയർ 1 ഫോം സബ്മിറ്റ് ചെയ്യുകയാണ്. ഈ ടയർ 1 ഫോം സബ്മിറ്റ് ചെയ്യുന്ന എപ്പോഴാണ് അർജൻറ്റീന ടീമും ഓസ്ട്രേലിയ ടീമും എഗ്രിമെൻറ്റ് വെച്ച് ചെയ്താൽ അവർ ടയർ 1 ഫോം തരും നമുക്ക്. ആ ഫോം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. അവർക്ക് കുറേ ക്രൈറ്റീരിയ ചെക്ക് ഉണ്ട്. ആ ക്രൈറ്റീരിയ ചെക്കുകളെല്ലാം ഡോക്യുമെൻ്റ് ആക്കി അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അവർ അപ്രൂവൽ തരും. ആ അപ്രൂവൽ നടക്കുമ്പോൾ കളി നടക്കും. അങ്ങനെയാണ് നടക്കേണ്ടത്. അതൊക്കെ സബ്മിറ്റ് ചെയ്ത് എനിക്ക് കുറേ നാളുകളായി മുന്നോട്ട് നോക്കും. എനിക്ക് തോന്നുന്നു കുറേ നാളായി ഉണ്ടാവും, എന്തായാലും ഒരു 2-3 മാസമായിട്ടും. അല്ലല്ല, നമ്മളല്ല, ഞാൻ പറയുന്നത് എന്താ സിസ്റ്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അർജൻറ്റീനയെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അർജൻറ്റീന ഫോം സബ്മിറ്റ് ചെയ്യും. അതിന് ഓപ്പോണൻ്റ് ടീമിന് ചോദിക്കും, ഓപ്പോണൻ്റ് സബ്മിറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ സിസ്റ്റം. അത് ആ എഗ്രിമെൻറ്റ് വെച്ച സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അപ്രൂവലാണ് നമുക്ക് കിട്ടേണ്ടത്. അത് ഓൾറെഡി നമ്മൾ സബ്മിറ്റ്, അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നേ. ഞാൻ പറയുന്നത് ഇത് വളരെ സില്ലി ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. വളരെ സില്ലി ആയിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്തത്. ആര്? കേരളത്തിലെ മാധ്യമങ്ങൾ. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. സർക്കാർ വളരെ സീരിയസ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത്രയും മുതൽ മുടക്ക് മുടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത് പറയുന്നത് എന്താണ്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ മെസ്സി തീരുമാനിച്ചു, അർജന്റീന തീരുമാനിച്ചു, അർജന്റീന മാധ്യമങ്ങൾ അങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഈ സമയം വരെ ഫിഫേന്റെ വാക്ക് മിണ്ടിയിട്ടില്ല. ഈ സമയം വരെ മിണ്ടിയിട്ടില്ല. ഫിഫ അനുമതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അനുമതി കിട്ടുന്ന സമയത്ത് കളിക്കും. അതിന് അനുമതി കിട്ടാനുള്ള കാര്യങ്ങൾ ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ട്. അവരുടെ ട്രാവൽ പ്ലാന്റെ ക്രൈറ്റീരിയ ഉണ്ട്, എത്ര ദൂരം ട്രാവൽ ചെയ്യുന്ന ക്രൈറ്റീരിയ ഉണ്ട്, സ്റ്റേഡിയം ഏതാണെന്നുള്ളത്, ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ വഴികൾ കേൾക്കണം, ഏതാണ് ഡീറ്റെയിൽ പ്ലാൻ കൊടുക്കണം. ഇതെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് ഫിഫയ്ക്കാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന അർജന്റീനയായിട്ട് എഗ്രിമെന്റ് വെക്കുക, ഓസ്ട്രേലിയയായിട്ട് അർജന്റീന വെക്കുക. വളരെ വ്യാജമായ രീതിയിൽ ഇന്നും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാതൃഭൂമിയൊക്കെ കൊടുക്കുന്ന വാർത്ത എന്താണ്? മെസ്സി തീരുമാനിച്ചു വരില്ല. അയ്യോ, മെസ്സി കേരളത്തിലേക്കില്ല. അങ്ങനെ പറയാൻ കഴിയാന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഈ പറഞ്ഞ സ്പോർട്സിനെ കുറിച്ച് ധാരണയുള്ള ഒരു മാധ്യമം അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ എന്താണ്? സ്പോർട്സിനെ കുറിച്ച് ധാരണ പറയേണ്ടത് ഫിഫ വിൻഡോയിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് കിട്ടുന്നില്ല എന്ന് പറയാനുള്ളൊരു കാര്യം ചെയ്യണം. അല്ലാതെ ഒരു ലോജിക്കും ഇല്ലാതെ ഫിഫ വിൻഡോ അർജന്റീന തീരുമാനിച്ചു, ഓസ്ട്രേലിയ തീരുമാനിച്ചു, എന്നാൽ ഞാൻ പറയട്ടെ അർജന്റീന നിങ്ങളൊന്ന് കാണിച്ചുകൊണ്ടാ പോയിട്ട് ഈ സാധനം എടുത്തിട്ട്. അങ്ങനെ പറ്റുന്നില്ലല്ലോ. എന്താ നിങ്ങൾക്ക് അവിടെ എൻട്രി ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഈ സമയം വരെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സമയം വരെ കഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് ഒരു ഓതന്റിസിറ്റി ഉള്ള ഒരു വാർത്ത അവിടുത്തെ മാധ്യമങ്ങൾ എന്തോ പറഞ്ഞു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഫിഫ വിൻഡോയിലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ കിട്ടുന്ന സമയത്ത് പ്രോപ്പറായി കളിക്കും. അത് കൊച്ചിയിൽ തന്നെ കളിക്കും. അതിനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ടിവിയും ഞാനും ഒരുക്കും. അത്ര തന്നെ. അല്ല, ഫിഫ വിൻഡോ തന്നത് ഫിഫയാണ്. ഫിഫ വിൻഡോ തരുന്നത് ഫിഫയാണ്. നവംബർ വിൻഡോ എടുക്കുക. അതുകൊണ്ടാണ് AFA അവരുടെ ഒഫീഷ്യൽ പേജിൽ അനൗൺസ് ചെയ്തല്ലോ നവംബർ മാസത്തിൽ ഒരു മിനിറ്റ് അല്ല ഞാൻ നിങ്ങൾക്ക് എല്ലാം മറുപടി പറഞ്ഞിട്ടേ പോവുള്ളൂ. അതിന് മുന്നേ പോകില്ല. 1 by 1 ചോദിച്ചോളൂ. ഞാനല്ല പ്രഖ്യാപിച്ചത്, AFAന്റെ സൈറ്റിലാണ് പ്രഖ്യാപിച്ചത്. അതിന് ശേഷം ഞാൻ പ്രഖ്യാപിച്ചത്. അല്ല, നിങ്ങൾ ഞാൻ പറഞ്ഞ ഫിഫ അർജന്റീന ഞാൻ രാവിലെ 7 മണിക്ക് പ്രഖ്യാപിക്കുമ്പോൾ 7 മണിക്ക് രാത്രി 12 മണിക്ക് 1 മണിക്ക് AFA ഡയറക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
പ്രഖ്യാപിച്ച ശേഷമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ സൈറ്റിൽ ഇപ്പോഴും ഉണ്ട്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കേരളത്തിലേക്ക് ഇല്ല എന്ന് പറയുന്ന അർത്ഥത്തില നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഞാൻ പറഞ്ഞ എന്താ? അടുത്ത വിൻഡോയിലേക്ക് മാറ്റി വെച്ചെന്നല്ലേ ഉള്ളൂ, അതല്ലേ പറയണ്ടേ? അല്ല, അടുത്ത വിൻഡോ ഏത്? അല്ല, അപ്പൊ അവര് പറയട്ടെ, അവര് പറയട്ടെ. നിങ്ങൾ അന്നേരം പറഞ്ഞാൽ മതി, പ്രശ്നമൊന്നുമില്ലേ? ഏത്? അല്ല, അത് എന്റെ തീരുമാനമാണല്ലോ. അതിന് നിങ്ങൾ കൈയടത്തണ്ട. ഞാൻ എടുക്കുന്ന തീരുമാനം ഞാൻ എടുത്തോളൂ. അല്ല, ഞാൻ പറയുന്നറിയോ, മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അത് നിങ്ങൾ എടുക്കണ്ട. അല്ല, അടുത്ത വിൻഡോ, അതുകൊണ്ടാണ് നമ്മൾ അടുത്ത വിൻഡോ. ഈ വിൻഡോയിൽ ഫിഫ അനുമതി കിട്ടിയിട്ട് അടുത്ത വിൻഡോയിൽ കളിക്കുക. ഇതിവിടെ ഗോട്ടി കളിക്കുകയല്ല, ഇവിടെ ഇന്റർനാഷണൽ മാച്ച് കളിക്കുകയാണ്. ആ മാച്ച് കളിക്കാനുള്ള മാച്ച് കളിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം റീവാമ്പ് ചെയ്ത് അതിന്റെ അപ്രൂവൽ എടുത്ത് അവരുടെ ഫിഫ വിൻഡോയിൽ അപ്രൂവൽ എടുത്ത് ആ ടീമിനെ അലോക്കേറ്റ് ചെയ്ത് ആ ടീമിനോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത വിൻഡോയ്ക്ക് AFA തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത വിൻഡോയിൽ തീരുമാനിക്കും. ഏത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ചോദിച്ചു, ഞാനിപ്പോ അടുത്ത വിൻഡോ മാർച്ച് എന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും, നിങ്ങളല്ലേ പറഞ്ഞു പറയും അത് AFA അനൗൺസ് ചെയ്യട്ടെ, അത് AFA അനൗൺസ് ചെയ്യും. അതെ, ഫിഫ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതാണ് പറയുന്നത്. ആ ടീം നിങ്ങൾക്ക് അറിയേണ്ട എന്താ, മെസ്സി വരുമല്ലോ എന്നല്ലേ? അത് അല്ല, അതാണ് പറയുന്നത്. നവംബർ മാസത്തിലെ കളിക്ക് ഫിഫ അനുമതി നൽകിയിട്ടില്ല. പക്ഷെ മാർച്ച് മാസത്തിലെ വിൻഡോയ്ക്കുള്ള ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്ന പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അനൗൺസ് ചെയ്യും. അതിന് മുന്നേ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? അല്ല, രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം, അങ്കോളയും കേരളവും തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 11 മണിക്കൂർ ട്രാവൽ അവേഴ്സാണ്. 11 മണിക്കൂർ. പിന്നെ അങ്കോള ടു ഇന്ത്യ. അപ്പോൾ സാധാരണ ടീമുകൾ ചെയ്യുന്ന പണി എന്താ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ലേ ഓവർ സ്പേസ് കണ്ടെത്തും. അത് അവർ കണ്ടെത്തിയിരുന്നത് ഖത്തറാണ്. അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ അർജന്റീനയിലേക്ക് ഖത്തറിലേക്ക് വരും. ഖത്തറിൽ നിന്ന് അവർ അങ്കോളയിൽ പോകും, തിരിച്ച് ഖത്തറിൽ വരും, ഒരു ദിവസം അവർ ട്രെയിനിങ് നടത്തും, കേരളത്തിലേക്ക് വരും. അങ്ങനെയായിരുന്നു അവരുടെ തീരുമാനം ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, അത് ഫിഫ എഗ്രിമെന്റ് വയലേഷനാണ്, അല്ല ഫിഫ റൂൾസിന് വയലേഷനാണ്. അതുകൊണ്ട് അങ്ങനെ കളിക്കാൻ പറ്റില്ല എന്ന് AFAനോട് പറഞ്ഞു. നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രാവൽ ചെയ്യുന്ന 5 മണിക്കൂറിനുള്ളിൽ ഡയറക്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം. ആ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് 5 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ കഴിയില്ല. കാരണം അത് രണ്ട് ഭൂഖണ്ഡങ്ങളിലാണ്. രണ്ട് ഭൂഖണ്ഡങ്ങളിൽ കളിക്കണമെങ്കിൽ അടുത്തുള്ള സെക്ഷനിലെ പറ്റുള്ളൂ. 5 മണിക്കൂറിനുള്ളിൽ പറ്റും. അത് നമ്മുടെ പ്രശ്നമല്ല, അതാരുടെ പ്രശ്നമാണ്? AFAന്റെ പ്രശ്നമാണ്. അത് AFA അതേപടി അംഗീകരിച്ചു. കാരണം അവർക്കത് ആ ഫിഫ റിജക്ട് ചെയ്താൽ അത് ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേഡിയം, ഫിഫ റാങ്കിങ്ങിലുള്ള സ്റ്റേഡിയം, അപ്രൂവ്ഡ് സ്റ്റേഡിയം, ഫിഫ പിന്നെ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയം കുറേ ഉണ്ട്. അപ്രൂവ്ഡ് ഉള്ള സ്റ്റേഡിയം ആകെ അഹമ്മദാബാദ് സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ, പുതിയ നരേന്ദ്രമോദി സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വേറെ ഇന്ത്യയിൽ സ്റ്റേഡിയം ഇല്ല. അപ്പോൾ ആ സ്റ്റേഡിയത്തെ എന്ത് ചെയ്യണം? സ്റ്റേഡിയം അപ്രൂവ്ഡ് സ്റ്റേഡിയം ആക്കി മാറ്റണം. ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള റാങ്കിങ് ഉള്ള സ്റ്റേഡിയങ്ങളുണ്ട്, പക്ഷേ ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയങ്ങളാണ് നമ്മുടെ എല്ലാം. പക്ഷെ അത് അപ്രൂവൽ എടുക്കണം. നമുക്ക് ഇന്ത്യയിൽ ഒരു കളി ഇത്രയും നാൾ നടക്കാത്തതുകൊണ്ട് നമ്മൾ ഇതുവരെ അപ്രൂവൽ എടുത്തിട്ടില്ല. ആ അപ്രൂവലിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അവരെല്ലാ ക്രൈറ്റീരിയയും വെച്ചിട്ട് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ അപ്രൂവൽ കിട്ടും. ആ ക്രൈറ്റീരിയ മുഴുവൻ വെച്ച് നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1-2 ആഴ്ച കൊണ്ട് അതിന്റെ അപ്രൂവൽ കിട്ടും. ആ അപ്രൂവൽ ഞാൻ ശ്രമിച്ചത് എന്താ, ഈ നവംബർ മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ അപ്രൂവൽ എടുത്ത് പോകാന്നുള്ളതാണ്. ഈ 2 ക്രൈറ്റീരിയ കൊണ്ടാണ് ഈ പറയുന്ന നവംബർ വിൻഡോ നമുക്ക് കിട്ടാതെ പോകുന്നത്. ആ നവംബർ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യും. കാരണം നവംബർ വിൻഡോ കിട്ടിയില്ല, അടുത്ത വിൻഡോയിലേക്ക് പോയി. ഈ അപ്രൂവ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റേഡിയം അപ്രൂവൽ എടുക്കുന്ന ഈ ഒരു നവംബർ വിൻഡോ കളി നടത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇന്റർനാഷണൽ കളികൾ മുഴുവൻ നടത്താൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താ, ഈ അപ്രൂവൽ കിട്ടിയിട്ട് റിപ്പോർട്ടർ ടീമിന് ഒരു 20 കളികളും കൊണ്ടുവരും, ഇന്റർനാഷണൽ കളികൾ. അതിനൊരു ഡൗട്ടും ഇല്ല. കാരണം എന്തുകൊണ്ടാ, ഈ സ്റ്റേഡിയം അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല, ഇന്ത്യയിലുള്ള ഏത് ഫെഡറേഷനും ഏത് ടീമിനും ഇവിടെ കൊണ്ട് കളി കളിക്കാൻ കഴിയും. കാരണം ആ റാങ്കിങ്ങിലേക്ക് കൊച്ചി സ്റ്റേഡിയം മാറും. അത് കഴിഞ്ഞാൽ കേരളത്തിന് വലിയ മാറ്റം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം അർജന്റീന മാത്രം എന്നുള്ള നിലയ്ക്കല്ല, മെസ്സി മാത്രമുള്ള നിലയ്ക്കല്ല, നമ്മൾ ചെയ്യുന്ന എന്താ, ഈ കളികൾ നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നുള്ളതാണ്. അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിന് വേണ്ട അപ്രൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സബ്മിഷൻ നമ്മൾ എടുക്കും. അത് കൊടുത്തിട്ടുണ്ട്. അത് ഒരാഴ്ച കിട്ടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് പരിപാടി കഴിഞ്ഞു. അടുത്ത വിൻഡോ മാർച്ചിലുണ്ട്. ആ മാർച്ചിലേക്ക് നമ്മൾ ഞങ്ങൾക്ക് ഫിഫന്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അവർ AFAനോട് സംസാരിക്കും, ധാരണയാക്കും, കളി അനൗൺസ് ചെയ്യും. അത്ര തന്നെ കാര്യമുള്ളൂ. അതിനെ വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഏത് കാര്യത്തിനകത്ത്, അപ്രൂവലിന്റെ കാര്യത്തിനകത്ത് അപ്രൂവൽ അവർക്കൊരു അക്രഡിറ്റേഷൻ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പാസ്സാക്കി തരണം. അത് തീരാതെ പറ്റില്ല. അത് ഇന്ത്യയിൽ വേറെ ഇല്ലാന്നേ. കേരളത്തിന് മാത്രമല്ല, വേറെ ഒരു സ്റ്റേഡിയത്തിലും ഇല്ല. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലേക്ക് കളി മാറ്റണമെങ്കിൽ നമുക്ക് 25 ദിവസം മുന്നേ കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം നിങ്ങൾ ശ്രമം കാണില്ല എന്നുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, എന്റെ കൂടെയുള്ള ആൾക്കാർ കാണുന്നുണ്ട്, സർക്കാർ കാണുന്നുണ്ട്. അത് എടുക്കുന്നത്, അത് മനസ്സിലാക്കാതെ വരില്ല എന്ന് പറയാൻ വളരെ ഈസിയാണ്.